ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ സുഖം. ഇന്ന് വീണ്ടും ഒരു ദിവസമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതിനു മുമ്പേ ആദ്യം തൊട്ടേ തുടങ്ങാണ് കേട്ടോ. ഞാൻ നേരത്തെ എഴുന്നേറ്റു, കുളിച്ച് വന്ന് ഭഗവാന് മുന്നിൽ വന്ന് വിളക്ക് കൊളുത്തി. ഞാനതാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. നേരത്തെ ഉണർന്ന് കുളിച്ച് ഭഗവാന് മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും. ഇതെൻ്റെ കൃഷ്ണൻ, എൻ്റെ തങ്കക്കൊടും കൃഷ്ണൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നത്. ഒത്തിരി വെളുപ്പിനെയാണ് ഞാനിത് റെഡിയായി കഴിഞ്ഞു. ആദ്യം പോകുന്നത് ആൽത്തറ ദേവീക്ഷേത്രത്തിലേക്കാണ്. വെള്ളയമ്പലത്തുള്ള ആൽത്തറ ദേവീക്ഷേത്രം. 5:30 നിർമ്മാല്യ ദർശനത്തിന് ശേഷം നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ തൊഴുതിട്ട് നേരെ ശ്രീകണ്ഠേശ്വരത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ അടുത്തല്ലേ. ഭഗവാനെ തൊഴുതിട്ട് നേരെ തിരിച്ച് കല്യാണിയിലോട്ട്. എൻ്റെ വീട്ടിലേക്കുള്ള ആ റോഡിൽ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. ഓൺ ദ വേ ആണ്. അവിടെ ഞാൻ ഇറങ്ങാറില്ല, പക്ഷേ കാറിൽ നിന്നുകൊണ്ട് തന്നെ തൊഴാറുണ്ട്. വല്ലപ്പോഴേ ഞാൻ ഇറങ്ങി തൊഴാറുള്ളൂ. കാരണം അവിടെ വണ്ടി നിർത്താനുള്ളൊരു സൗകര്യമില്ലാത്തതാണ് മുഖ്യ കാരണം. വളരെ ശക്തിയുള്ളൊരു ക്ഷേത്രമാണ്. ഇവിടെ തൊഴുതാണ് എന്നും ആരംഭവും അവസാനവും. വലിയ തിരക്കില്ലാത്ത മിക്കവാറും ദിവസങ്ങൾ ഇങ്ങനെയാണ്. നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ തൊഴുത് അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തും. കല്യാണിയിലോട്ട് തിരിച്ചെത്തുമ്പോൾ ഒരുപാടൊരു മനസ്സ് തൃപ്തിയോടെയാണ് എത്തുന്നത്. തിരിച്ച് വന്നാൽ എൻ്റെ താഴത്തെ നിലയിൽ ഒരു പൂജാമുറിയുണ്ട്. അതുപോലെ കയറി വരുന്ന സ്ഥലത്ത് ഞാനൊരു ബുദ്ധനെ വെച്ചിരുന്നു. കുറച്ച് നാൾ മുമ്പ് നിങ്ങളൊക്കെ കണ്ടില്ലേ, ആ ബുദ്ധനെ സൗഭാഗ്യ അർജുനും കൂടെ എടുത്തുകൊണ്ടുപോയി. ആ സ്ഥലത്ത് ഞാനിപ്പോൾ ഒരു നടരാജ വിഗ്രഹമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ രാവിലെ എന്നും വിളക്ക് തെളിയിക്കാറുണ്ട്. ഭഗവാന്റെ അവിടെയും തെളിയിക്കും, ഇവിടെ കയറി വരുന്ന സ്ഥലത്ത് അവിടെയും തെളിയിക്കാറുണ്ട്. ഇച്ചിരി പണിയുണ്ട് അവിടെ, വൃത്തിയാക്കലും തുടച്ചൊക്കെ വൃത്തിയാക്കി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ചിട്ട. മിക്ക പേർക്കും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസം, ആ സത്യത്തെ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതല്ലേ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ എല്ലാ ആപത്ഘട്ടങ്ങളും, എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രശ്നങ്ങളും മറികടക്കാൻ എന്നെ സഹായിക്കുന്നത് എൻ്റെ ദൈവവിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭാഗ്യവതിയാണെന്ന് ഞാൻ പറയാം. എനിക്ക് ഈശ്വരനെ ഒരുപാട് വിശ്വാസമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം ആവോളം ലഭിച്ചിട്ടുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ദിവസം ആരംഭിക്കുന്നത് ഭഗവാനെ തൊഴുത് മനസ്സ് നിറഞ്ഞാവുമ്പോൾ ആ ലൈഫിൽ നമുക്കൊരു പ്രകാശം അത് ഉറപ്പായിട്ടും എനിക്കുണ്ടായിട്ടുണ്ട്. അത് അനുഭവിച്ചവർക്കത് മനസ്സിലാവുകയും ചെയ്യും. ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ജപിക്കാറുണ്ട് ഞാൻ. അതൊരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ് എനിക്ക് തന്നിട്ടുള്ളത്. സാധാരണ രാവിലെ ഉണർന്ന് ഈ നിമിഷം വരെ ഒരു വക ഞാൻ ഭക്ഷണമായിട്ട് കഴിക്കാറില്ല. ഇതിന് ശേഷമാണ് ഇനി ഒരു ചായ കുടിക്കുന്നത്. എൻ്റെ ചായ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ക്യൂമിൻ ടീ എന്ന് പറയും. അത് ഈ നമ്മുടെ യൂട്യൂബിലൂടെ ലളിത അപ്പക്കുട്ടൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറില്ലേ, അവർ പറഞ്ഞതനുസരിച്ചാണ് ഞാനത് കുടിക്കുന്നത്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതിൽ കരിഞ്ജീരകം, ചുക്ക്, ഏലക്ക, ജീരകം ഇവയൊക്കെ വറുത്ത് പൊടിച്ച് തിളപ്പിച്ച് ശർക്കരയും കൂടി ഇട്ടാണ് ഞാൻ കഴിക്കുന്നത്. അത് തിളപ്പിച്ച് വെച്ചിട്ട് ഞാൻ ഡെയിലി ഇങ്ങനെ പുറത്ത് വന്ന് എന്നെ കാത്ത് കുറേ പ്രാവുകൾ വന്നിരിക്കും ഭക്ഷണം കഴിക്കാനായിട്ട്. അവർക്ക് തെന ഇട്ട് കൊടുക്കും ഞാൻ. തെനയും സൺഫ്ലവർ സീഡും അവർക്ക് ധാരാളം ഇട്ട് കൊടുക്കും. ഇവരൊക്കെ എൻ്റെ നിത്യ സന്ദർശകരാണ് കേട്ടോ. മുടക്കാറില്ല. എന്നും കാണാൻ വരും. പാവം. സ്നേഹമാണെന്നൊന്നും പറഞ്ഞാൽ അറിയില്ല. വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും. പക്ഷേ അവരിങ്ങനെ കാണുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി കേട്ടോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു ചെടിയാണിത്. അവിടെ നിന്ന് പൂക്കൾ ഇറുത്ത് ഞാൻ എന്നും ഭഗവാന് ഈ പൂക്കളാണ് സമർപ്പിക്കുന്നത് കേട്ടോ. അസല് മഴയാണ് കണ്ടോ. മഴ തുടങ്ങി. പ്രാവുകളൊക്കെ പറന്നു പോയി. എൻ്റെ ഭഗവാന് ഞാൻ ഈ മഞ്ഞ പൂക്കളാണ്
ഡെയിലി വയ്ക്കുന്നത്. ഞാൻ ഈ സമർപ്പിക്കുന്ന പൂക്കളെ എൻ്റെ കണ്ണന് ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്ക് പലപ്പോഴും ആ മുഖം കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. ഇനി ചായ കുടിക്കാൻ സമയമായേ. ഗ്ലാസ്സിൽ ആദ്യം കുറച്ച് വെർജിൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കും. അതിൻ്റെ പുറത്താണ് ആ ചായ ഞാൻ ഒഴിക്കുന്നത്. ഇതിന് ചായ എന്ന് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബ്ലാക്ക് ക്യൂമിൻ ടീ നല്ലതാട്ടോ. കൊളസ്ട്രോളൊക്കെ കുറയും, നല്ല ആരോഗ്യം തോന്നും, ഉന്മേഷം തോന്നും. കുടിച്ചു നോക്കുക കേട്ടോ. ലളിത അപ്പുക്കുട്ടൻ്റെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. ചായ റെഡിയാക്കിയ ശേഷം ഞാൻ ഈ സെറ്റ് മുണ്ടൊക്കെ മാറി വീട്ടിലിടുന്ന വേഷമായേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുറച്ച് നാൾ നമ്മൾ കുടിച്ച് ശീലിച്ചാൽ പിന്നെ നമുക്ക് മറ്റ് ചായയോ കാപ്പിയോ ഒന്നും വേണമെന്നേ തോന്നില്ല. ഇത് കുടിച്ചാൽ നല്ല നമുക്കൊരു എനർജി ഫീൽ ചെയ്യും. എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ പ്ലേസാണ് ഈ സോഫ. ആ സോഫയിലിരുന്ന് ഈ ഡ്രിങ്ക് കുടിക്കണം. ഒപ്പം രാവിലെ എന്നും ദേവി മാഹാത്മ്യം വീട്ടിൽ വെക്കാം കേട്ടോ. യൂട്യൂബിൽ ദേവി മാഹാത്മ്യം അത് ഫുള്ളിങ്ങനെ പ്ലേ ചെയ്യും. അത് കേട്ടുകൊണ്ടാണ് ബാക്കി ജോലിയെല്ലാം ചെയ്യുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോസിൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഡൊമസ്റ്റിക് ഹെൽപ്പിന് ആളില്ല എന്ന്. ഞാനത് തന്നെയാണ് ചെയ്യുന്നത്. ഐ പ്രിഫർ ടു ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആദ്യം മുറ്റം തൂക്കും. നല്ല മഴയായിരുന്നിട്ടും ഞാനതൊന്നും ഉപേക്ഷിക്കാറില്ല കേട്ടോ. കഴിയുന്നത്ര ഞാൻ വീട്ടിലുണ്ടെങ്കിൽ, ഷൂട്ടിങ്ങിന് പോവുകയാണെങ്കിൽ ഒന്നും നടക്കില്ല. വീട്ടിലാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഗേറ്റിന് പുറത്ത് ആ ചവറെല്ലാം ഞാൻ ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കി ഇടും കേട്ടോ. എനിക്ക് ആ റോഡിങ്ങനെ വൃത്തിയായി കാണുന്നത് ഒരു പ്രത്യേക സന്തോഷമാണ്. എന്നെപ്പോലെ ചിന്തിക്കുന്ന കുറേ പേര് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻസ് വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ അവിടെ. നിങ്ങളുടെ കമൻസ് എന്തായാലും അവിടെ ഉണ്ടാവണേ, ഞാൻ വായിച്ചോളാം കേട്ടോ. മഴയത്ത് തൂത്ത് വൃത്തിയാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത്തിരി മഴ നനഞ്ഞുകൊണ്ട് അത് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രയാസം നമ്മൾ അറിയില്ല എന്നുള്ളതാണ്. എനിക്ക് പിന്നെ മഴ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഹരമാണ്. എനിക്ക് ഒത്തിരി 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 ഇഷ്ടമാണ്. ആ ചെറിയ മഴ ഇങ്ങനെ നനുത്ത മഴ നനഞ്ഞുകൊണ്ട് ഞാൻ ഈ ജോലി എല്ലാം ചെയ്ത് കണ്ടോ. എൻ്റെ മുറ്റം കണ്ടോ അങ്ങ് വൃത്തിയായിട്ടിരിക്കുന്നത് കണ്ടോ. എൻ്റെ ഭാഷയിൽ ഇതാണ് വൃത്തി. ഇനി അടുത്തത് എൻ്റെ കാർ ഷെഡാണ് വൃത്തിയാക്കേണ്ടത്. കാർ ഷെഡിൽ എപ്പോഴും ഒരുപാട് ഇങ്ങനെ ഇലകളൊക്കെ കാറ്റത്ത് വീണ് നിറഞ്ഞിങ്ങനെ പൊടി ഉണ്ടാവുക. അതെല്ലാം നല്ല തൂത്തിങ്ങനെ വൃത്തിയാക്കി എനിക്കിങ്ങനെ എൻ്റെ വീടിൻ്റെ മുൻവശം വൃത്തിയാക്കിയിട്ടത് കാണുന്നതേ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ രാവിലത്തെ ഈ ജോലി ഞാൻ മുടക്കാറില്ല. ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസം എല്ലാം ഒട്ടുമിക്ക എനിക്ക് തീരെ അസുഖമാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാനിതൊക്കെ മുടക്കുന്നത്. അല്ലെങ്കിൽ ഞാനിതൊക്കെ തനിയെ തന്നെയാണ് ചെയ്യുന്നത്. ഈ വീട്ടിനകത്തുള്ള ചവറ് ഞാൻ പുറത്തോട്ട് തള്ളാറില്ല. ഈ ഇലകളൊക്കെ ഞാനിങ്ങനെ തൂത്ത് കൂട്ടി എൻ്റെ സൈഡിൽ കുറച്ച് മണ്ണിട്ടൊരു സ്ഥലമുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ തീരെ കുറവാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഞാൻ ഈ ഇലകളെല്ലാം ഇങ്ങനെ തൂത്ത് അങ്ങോട്ടാണ് ആക്കുന്നത്. ഞാനിങ്ങനെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് മണ്ണ് കുറച്ചുകൂടെ ഫലപുഷ്ടിപ്പെടുന്നത് ഈ ഇലകളൊക്കെ കൊണ്ട് അവിടെ ഇടുമ്പോഴാണെന്നാണ്. ഉണങ്ങിയ ഇലയിടുക അവിടെ ഇട്ടാൽ ഇല അവിടെ കിടന്ന് ആ മണ്ണിനെ ഒരുപാട് എന്താ പറയുക നന്മയുണ്ടാക്കുമെന്ന് ഞാൻ വീഡിയോസിലൂടെ കണ്ടതുകൊണ്ട് എൻ്റെ ഒരു ചെറിയ എന്താ പറയുക ശ്രമമാണിത്. എനിക്ക് ഇത്തിരി സ്ഥലമേ ഉള്ളൂ. പക്ഷേ അവിടെ ഞാൻ ഈ കരിയിലകളെല്ലാം കൊണ്ടവിടെ ഇടും കേട്ടോ. അടുത്തത് എന്നും ഞാൻ കാറ് കഴുകും കേട്ടോ. എനിക്ക് എവറി ഡേ അത് കഴുകണം. കഴുകി ആ ചെളിയെല്ലാം കളഞ്ഞ് തുടച്ചിങ്ങനെ കുട്ടപ്പനാക്കി ഇടുന്നത് എനിക്കൊരു വലിയ സന്തോഷമാണ്. കാരണം പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒത്തിരി ചെളി പിടിച്ച് പൊടിയടിച്ചൊക്കെ ഓരോരുത്തർ കാർ എടുത്തുകൊണ്ട് പോകുന്നത്. സെൽഫ് ഡ്രിവൺ ആകുമ്പോൾ ചിലർക്ക് അതിന് സമയം കിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. പക്ഷെ സമയം കിട്ടുമ്പോൾ സൗകര്യമുള്ളപ്പോൾ നമുക്കത് ചെയ്യാമല്ലോ. എപ്പോഴും ഒരാളെ ആശ്രയിച്ചാൽ നമുക്ക് ലൈഫിൽ ബുദ്ധിമുട്ടാണ്. എപ്പോഴും നമ്മൾ സ്വന്തം കാര്യം തനിയെ ചെയ്യാൻ പഠിക്കുമ്പോൾ നമുക്കതിലൊരു സന്തോഷമുണ്ട്, ഒരു തൃപ്തിയുണ്ട്. നമ്മുടെ വണ്ടി വൃത്തിയായിട്ട് ഇരിക്കുമല്ലോ. വണ്ടി മാത്രമല്ല, നമ്മൾ എന്ത് ജോലി നമ്മൾ തനിയെ ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അതിനെ വൃത്തിയാക്കിയിടാം. എൻ്റെ കാറിങ്ങനെ എനിക്കിങ്ങനെ നല്ല കഴുകി വൃത്തിയാക്കിയിടുന്നത് വലിയ എനിക്കൊരു നിർബന്ധമാണത്. സന്തോഷത്തിലുപരി എനിക്കതൊരു നിർബന്ധമാണ്. പിന്നെ കുറച്ച് ചെടികൾ ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, എങ്കിലും അവർക്ക് ചെടിച്ചട്ടിയിലൊക്കെ ആയതുകൊണ്ട് അവരെയൊക്കെ ഇങ്ങനെ പരിപാലിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കൊക്കെ വെള്ളമൊഴിച്ച് കാലാകാലങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള വളമൊക്കെ ഇട്ട് കൊടുത്ത്
അങ്ങനെയൊക്കെ സൂക്ഷിക്കണം. പിന്നെ എൻ്റെ വീടിൻ്റെ കാർ ഷെഡിൽ ടൈലിട്ടപ്പോൾ കുറച്ച് കയറി ഇറങ്ങിയായിട്ട് പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ആ വെള്ളമൊന്നും അവിടെ നിൽക്കത്തില്ല. അപ്പോൾ അതങ്ങ് എപ്പോഴും ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കി ആ വെള്ളം കളയുന്നത് ഒരു വലിയ ടാസ്ക്കാണ് കേട്ടോ. ഞാനത് വലിയ മടി കൂടാതെ അത് ചെയ്യാറുണ്ട്. കാരണം വെള്ളം കെട്ടിക്കിടന്നാൽ അതൊരു വൃത്തികേടല്ലേ, ചവിട്ടി കയറും ഇങ്ങനെ. അപ്പോൾ ആ വെള്ളം തൂത്ത് കളയുന്നത് എങ്ങനെ ഒരു വലിയ പണിയാണ്. എന്നാലും അതെല്ലാം ചെയ്യും. ശ്രദ്ധിച്ചോ, നല്ല മഴയാണ് ഈ സമയത്ത്. ആ പടി കണ്ടോ, അവിടെ ഞാൻ എന്നും തുടച്ചിടും കേട്ടോ. നമ്മുടെ ഒരു തമിഴ് കൾച്ചർ അനുസരിച്ച് വാസൽ തെളിക്കൽ എന്ന് പറയും. അതായത് വീട്ടിൻ്റെ മുൻവശത്ത് വെള്ളം തെളിച്ച് ഇങ്ങനെ തുടച്ചിടുന്നത് ഒരു വലിയ റിച്വലാണ്. ഇത് മാത്രമല്ല, മുൻവശത്ത് അരിപ്പൊടി കോലവും കൂടി വരയ്ക്കും. ഇന്ന് അതൊന്നും കിട്ടാനില്ല എനിക്ക്, അല്ലെങ്കിൽ പണ്ടൊക്കെ അതും ചെയ്യുമായിരുന്നു. പിന്നെ ഈ കാറ് തുടയ്ക്കും കേട്ടോ. കാറ് തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ വെറുതെ വെള്ളം ഒഴിച്ച് ആ ചെളിയൊക്കെ കളഞ്ഞിട്ട് അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ഭയങ്കര വാട്ടർ മാർക്സ് വീഴും. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ നല്ല തുടച്ച് വയ്ക്കണം. ആരോഗ്യമുണ്ടെങ്കിൽ മുഴുവൻ കാറും തുടച്ച് വയ്ക്കും, ഇല്ലെങ്കിൽ കണ്ണാടി മാത്രമെങ്കിലും തുടച്ച് വയ്ക്കും. കണ്ടോ, അപ്പോൾ രാവിലെ വൃത്തിയാക്കുന്ന ഫസ്റ്റ് ജോലി ഇതാണ്, മുൻവശമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്. ഇനി അടുത്തത് റെഡിയായിട്ട് ഞാൻ പുറത്ത് പോവാണ്. ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് ഇതാണേ. ഒരു എക്സിബിഷന് പോയപ്പോൾ ഞാൻ മേടിച്ച ഡ്രസ്സാണിത്. എനിക്ക് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായി. ഒരു പിങ്ക് വിത്ത് അതെന്ത് ഷെയ്ഡെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അതൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണേ. പുറത്തോട്ട് പോകുമ്പോൾ ഒരുങ്ങുക മാത്രമല്ല, സൺസ്ക്രീൻ നിർബന്ധമായിട്ടും ഞാനിപ്പോൾ ഇടാറുണ്ട്. അത് സ്കിന്നിന് ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഈ അടുത്ത കാലത്താണ് തിരിച്ചറിഞ്ഞത്. അതിനുശേഷം എപ്പോഴും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടാണ് പുറത്ത് പോകുന്നത്. എൻ്റെ പുതിയ ഇൻട്രസ്റ്റാണ് കുപ്പിവള. പണ്ട് പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരുപാട് കുപ്പിവള ഇടുമായിരുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും കുപ്പിവളയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പല കളേഴ്സിൽ. അപ്പോൾ എൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കുപ്പിവളയൊക്കെ ഇട്ട് ഞാനിതാ റെഡിയായി കഴിഞ്ഞ് പെർഫ്യൂമൊക്കെ ഇട്ടു. ഞാനിതാ ഇറങ്ങുന്നു. എവിടേക്കാണെന്നല്ലേ? മാരുതിയുടെ ഷോറൂം. വാവ്! നമ്മളിവിടെ നിൽക്കുന്നത് ഒരു സിലേറിയോ ബുക്ക് ചെയ്യാനാണ്. ബുക്കിംഗ് ആക്ച്വലി ചെയ്യാൻ പോകുന്നത് എൻ്റെ മോളാണ് കേട്ടോ. എൻ്റെ എല്ലാ ഭാഗ്യങ്ങളും എൻ്റെ സൗഭാഗ്യം. നമ്മൾ വെയിറ്റിംഗ് ഫോർ ഹർ. ഇവിടെ ഇപ്പോൾ എത്തും. അപ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് സൗഭാഗ്യത എത്തി. സൗഭാഗ്യയുടെ കൈ കൊണ്ട് അഡ്വാൻസ് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പാവം, അവൾക്ക് ശരിക്കും പ്രയാസം ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഓടി വരാൻ. എന്നാലും അമ്മ ഒരു കാര്യം പറയുമ്പോൾ അത് തട്ടണ്ടെന്ന് വിചാരിച്ച് എൻ്റെ മോള് ഓടി വന്നു. പാവം. ബുക്കിംഗ് എമൗണ്ട് അടച്ച് ഏകദേശം ഒരു 1 വീക്ക് കഴിയുമ്പോഴാണ് അവർ കാറ് ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സന്തോഷ വർത്തമാനം ഇതാണേ. കാർ ഇതാ ബുക്ക് ചെയ്യുന്നു. സിലേറിയോ ആണ് ബുക്ക് ചെയ്തത് കേട്ടോ. എക്സ്ചേഞ്ചിന് എൻ്റെ ഹോണ്ട സിറ്റി പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ ചായ തന്നെ. പേരെന്താ? മഞ്ജുദ സൂപ്പർ ചായ. താങ്ക് യു. Wow. Hi. ടെസ്റ്റ് ഡ്രൈവിന് പോകുന്നതിന് മുന്നേ ഞാൻ സൗഭാഗ്യം ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നന്നായിട്ട് ആഹാരം കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവിന് പോയി. ഓടിച്ചപ്പോൾ അതൊരു വലിയ സന്തോഷമായിരുന്നു. കാരണം സെഡാൻ കുറേ കാലം ഓടിച്ചിട്ടൊരു ചെറിയ കാർ ഓടിക്കുമ്പോൾ അതൊരു എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. സൗഭാഗ്യം എന്നെ ഒരുപാട് പറഞ്ഞു, അമ്മയ്ക്ക് പറ്റുമോ, അമ്മ ആലോചിക്കൂ, ഒരു സെഡാൻ തന്നെ പോരെയെന്ന്. പക്ഷേ എനിക്കൊരു ചെറിയ കാർ വേണമായിരുന്നു, പാർക്കിങ്ങിന് സൗകര്യവും. പിന്നെ എനിക്കെൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാനൊരാൾ ഓടിച്ചടക്കാൻ എനിക്കൊരു ചെറിയ കാർ മതിയെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു സെലേറിയോ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ബ്ലാക്ക് സെലേറിയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ബ്ലാക്ക് കളർ വലിയ ഇഷ്ടം, അതുകൊണ്ടാണ്. കിട്ടാത്തൊരു കളറാണ്, എന്തായാലും ഈശ്വരനെ സഹായിച്ച് അതും കിട്ടി. അപ്പോൾ 1 വീക്കിനകത്തൊരു കാർ എനിക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എൻ്റെ വലിയ സന്തോഷങ്ങൾ നിങ്ങളെ അറിയിക്കണമല്ലോ. അപ്പം ചെറിയ കാർ വാങ്ങുന്ന വലിയ സന്തോഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവും ഞാൻ വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.